വിജയും തൃഷയും ഇവിടെ കേരളത്തിലായിരുന്നെങ്കിൽ മലയാളികൾ തുടുത്തേനെ എന്നൊക്കെ പറയുന്നുണ്ട്. വ്യക്തിപരമാണ് ഇതൊക്കെ. അവർക്ക് മാത്രമേ അവിടെ ജീവിതത്തിനിടയിൽ നടന്നത് അറിയാവുന്നുള്ളൂ. രണ്ടുപേരും നടന്നു പോണ വിഷ്വൽസോ അവരെന്ന് പിന്നെ താഴെ കുറെ കമന്റുകൾ, തൃഷയാണ് ശരി, അല്ലെങ്കിൽ വിജയാണ് ശരി, അല്ലെങ്കിൽ മറ്റേതാണ് ശരി. അതേപോലെ തന്നെയാണ് ജയൻ രവിയുടെ കാര്യം. മെയിനായിട്ട് ഡേറ്റിംഗ് ആപ്പ് എല്ലാവരും വിചാരിക്കണമല്ലോ വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് ആപ്പ് അല്ല. ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടാണ്. ചിലർ പറയും ഡേറ്റിംഗ് ആപ്പ് ഞാൻ ജസ്റ്റ് ഫ്രണ്ട്സിനെ നോക്കണേ, ഇപ്പം എന്താ പ്രശ്നം? മറ്റേ ആൾക്ക് ക്രുവൽറ്റിയാണ്. ആ കാലഘട്ടത്തിൽ ആ കുട്ടിയുടെ ഇമ്മച്യൂരിറ്റി കാരണം +2 കഴിഞ്ഞു, 18 തികയാൻ നിന്നു, ചാടിപ്പോയി. പക്ഷെ ഇവിടെ വന്ന് ഞാൻ ചാവും, ഇപ്പൊ കൊല്ലും പിടിക്കുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. ഡിവോഴ്സ് വെച്ചാൽ ഇന്ന് വന്നോടെ ആ വക്കാലത്ത് ഒപ്പിടുക, നാളെ പെറ്റീഷൻ ഇടുക, അങ്ങനെ അല്ലല്ലോ. നമ്മൾ അവരെയും അതിനു വേണ്ടി പാകപ്പെടുത്തണം. ഇത്രയും സഫർ ചെയ്യുന്നവരെ കൈപിടിച്ചുയർത്തണമെന്ന് തോന്നിയത് മാമിന്റെ ലൈഫിൽ നിന്ന് തന്നെയാണോ? 100%. ഒരു തീയിലെങ്കിലും ചവിട്ടി ഒരാൾക്കല്ലേ അയ്യോ ഇത്രയും പൊള്ളലുണ്ടോ എന്നറിയാൻ പറ്റും. വിവാഹം മാറിയെന്നോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയെന്നോ എന്ന് പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല. പ്രശ്നം വരുന്നത് അത് കഴിഞ്ഞ് കോടതിയിൽ കയറേണ്ടി വരുന്നത്, തൂങ്ങി നിൽക്കേണ്ടി വരേണ്ടത്, അടിച്ചു കൊല്ലേണ്ടി വരും. പെൺകുറിച്ച് വെഡ്ഡിങ് ഡ്രസ്സോടുകൂടെ ഇവിടെ മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ കൊണ്ടുവന്ന സമയത്ത് അപ്പം 10 lakh ഡിമാൻഡ് ചെയ്യുകയാണ്. ആ സമയം തന്നെ നമുക്ക് മനസ്സിലാവും ഗ്രീഡിനെസ്. നിനക്ക് എന്താ ഡിവോഴ്സ് വേണോ? കൊണ്ടുപാടി പേപ്പർ ഞാനിപ്പോൾ ഒപ്പിട്ടേറെ. അപ്പുറത്ത് അവൻ കല്യാണം കഴിച്ചു, ഇവളെ എനിക്ക് ഇത്ര വയസ്സാവുമ്പോൾ കെട്ടിയില്ലേ എന്നൊന്നും പറഞ്ഞ് കെട്ടണം. ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകളെ തല്ലുന്ന പുരുഷന്മാർ കേരളത്തിലുണ്ടോ? എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കിട്ടാഞ്ഞ് വരുമ്പം അവന് എന്നെ കിട്ടിയത് മറ്റേ കാറായിരുന്നു, ഇത് ആർക്കാ വേണ്ടേ? ഗോൾഡ് ഇത്ര ഉണ്ടാവും. നിങ്ങളത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ അറിഞ്ഞും കണ്ടുമൊക്കെ ചെയ്യേണ്ടത്. മാരേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പബ്ലിക് ടോയ്ലറ്റ് അല്ല. അതുപോലെ അകത്ത് കയറി എല്ലാവരും ഓടാനൊന്നും നിൽക്കുന്നില്ല. വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഡോപ്പമിനൊക്കെ പോയി ആ എക്സൈറ്റ്മെന്റ് ഒക്കെ പോയി റിയാലിറ്റിയിലോട്ട് വരുന്ന സമയമുണ്ട്. ഏതാണ്ടോ മറ്റേ ഈ ഇതൊക്കെ കണ്ടു ചാടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊട്ടുന്ന മല്ലത്തനങ്ങളാണ്. ഈ ലവ് മാരേജസ് ആണ് കൂടുതലും ഡിവോഴ്സിലേക്ക്. ലവ് മാത്രം പോരാ, അതാണ് അവിടെ ഒരു തെറ്റിദ്ധാരണ വരുന്നത്. അയ്യോ ഞാൻ പ്രണയിച്ചു പോയി ഇയാളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയാതെ നമ്മൾ ചൂസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈഫിൽ നമ്മൾ തകർക്കുന്നത് റോങ് ആയിട്ടുള്ള പാർട്ട്ണറെ കിട്ടിയിട്ടാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതൊരു അധികാരഭാവം വരുന്നില്ല. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം വിജയുടെ, നമ്മുടെ CM, തമിഴ്നാട്ടിന്റെ CM ആണ് തളപതിയായിരുന്ന നമ്മുടെ വിജയും തൃഷയും ഇവിടെ കേരളത്തിലായിരുന്നെങ്കിൽ മലയാളികൾ തുടുത്തേനെ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവർ ലീഗലി മാരീഡ് അല്ല. വിജയ് ഡിവോഴ്സ് ആയതിന്റെ സോ കോൾഡ് സോഷ്യൽ മീഡിയ കുറച്ചൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. സോ കേരളത്തിലായിരുന്നെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു ഒരുപാട് വൈറൽ സെൻസേഷണൽ ന്യൂസസ് ഒക്കെ ഉണ്ടായിരുന്നു. മാമിന്റെ സ്റ്റാൻഡ് എന്താണ്? വിജയ് തൃഷ പോലുള്ള വലിയ വ്യക്തിപരമാണ് ഇതൊക്കെ നമ്മളതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമല്ല. പ്യുവർലി അത് ഒരു റൂഫിൻ്റെ കീഴിൽ അവരാണ് ജീവിച്ചത്. അവർക്ക് മാത്രമേ അവിടെ ജീവിതത്തിനിടയിൽ നടന്നത് അറിയാവുന്നുള്ളൂ. ഒന്നുമില്ല. അത് ലീഗൽ സൈഡ് ഇപ്പോൾ കോർട്ടിലിരിക്കണമെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ. നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് തൃഷയാണ് ശരി, അല്ലെങ്കിൽ വിജയാണ് ശരി, അല്ലെങ്കിൽ മറ്റേതാണ് ശരി. അതേപോലെ തന്നെയാണ് ജയൻ രവിയുടെ കാര്യം. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. നമുക്ക് കാണുന്നത് എന്താണെന്നറിയോ? രണ്ടുപേരും നടന്നു പോണ വിഷ്വൽസോ അവരെന്ന് പിന്നെ താഴെ കുറെ കമന്റുകൾ, ഓരോ കണ്ടന്റായിട്ട് ഓരോരുത്തർ പറയുന്നത്. ഇത് മാത്രമല്ലേ ഉള്ളൂ. അതിനെ ഒന്നും ഇടപെടാതിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മീര, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജീവിതമുണ്ട്. നമുക്ക് മാത്രമേ നമ്മൾ അനുഭവിക്കുന്ന വേദന അറിയാവുള്ളൂ, നമ്മുടെ ഇമോഷൻസ് അറിയാവുള്ളൂ, സിറ്റുവേഷൻസ് അറിയാവുള്ളൂ. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജഡ്ജ്മെന്റൽ ആവാതിരിക്കുക. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഉണ്ട്. സോഷ്യൽ മീഡിയ, ഡേറ്റിംഗ് ആപ്സ്, ഇതൊക്കെ ഭയങ്കരമായിട്ടും കുട്ടികളെ വല്ലാണ്ട് സ്വാധീനം ചെയ്യുന്നു എന്ന് പറയാറുമുണ്ട്. ഇതിന്റെ കാരണത്താൽ എന്തെങ്കിലും കേസ് സ്റ്റഡി മാമിന് വന്നിട്ടുണ്ടോ? ഇപ്പോഴും വരുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് പണ്ടത്തെ കാലം ഇതും തമ്മിൽ മീര നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ? ഇപ്പോഴത്തെ കാലത്തിൽ ഈ ഒരു സംഭവം അതൊരു ഭയങ്കര വിഷയമായിട്ട് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒരു ജലസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ആ സോഷ്യൽ മീഡിയ ഒരു മൊബൈൽ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, ഇങ്ങനത്തെ പല കാര്യങ്ങൾ. അതേപോലെ ഈ ഡേറ്റിംഗ് ആപ്പ്, മെയിനായിട്ട് ഡേറ്റിംഗ് ആപ്പ് എല്ലാവരും വിചാരിക്കണമല്ലോ വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് ആപ്പ് അല്ല. ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടാണ്. ഈ ഇടയ്ക്ക് ഒരു കോടതി വിധി വന്നതേ ഉള്ളൂ. കാരണം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം
ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലെ അല്ല ടിൻഡറും ബമ്പിളും ഒക്കെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ചിങ് ഫോർ എ സ്പൗസ് അല്ലെ അനദർ പേഴ്സൺ, ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല അതിനകത്ത് വരുന്നത്. അപ്പോൾ അതൊരു ഡേറ്റിംഗ് ആണ്. അപ്പോൾ അത് ഡേറ്റിങ്ങിൽ ചിലർ പറയും ഡേറ്റിംഗ് ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ട്സിനെ നോക്കണേ ഇപ്പം എന്താ പ്രശ്നം. പക്ഷെ അത് മറ്റേ ആൾക്ക് ക്രുവൽറ്റി ആണത്. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോളോ ചെയ്തെന്നോ ജസ്റ്റ് ഒരു ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് ആയതോ ഒന്നും ഒരു വിഷയമായിരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കലിപ്പനോ കാന്താരിയോ മാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ? അതായത് വളരെ ഇമ്മച്ചുവറായിട്ട് മാമിന് തോന്നുകയും വളരെ ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ പ്രണയിച്ചൊക്കെ കല്യാണം കഴിച്ചു. ഇപ്പോഴത്തെ പൂക്കി കുട്ടികളൊക്കെ മാം കണ്ടില്ലേ, ഇപ്പൊ 20-21 കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്. +2 സമയം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു പോവുക, അതൊക്കെ ഇപ്പൊ ട്രെൻഡാണ് മാം. അങ്ങനെ ഏതെങ്കിലും ഒരു കലിപ്പനും കാന്താരിയും ഒക്കെ വന്നിട്ടുണ്ട് മാമിന് എന്നെ തോന്നിയോ ഇവരെന്തിനാ കല്യാണം കഴിച്ചത്? ഇമ്മച്ചുവറായിട്ട് കല്യാണം കഴിച്ച് ഇറങ്ങി ഓടിപ്പോയി കൊച്ചുമായിട്ട് ഒക്കത്ത് വെച്ച് വരുന്നുണ്ട്. പിന്നീട് പഠിപ്പിച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ കോൺഫിഡൻഷ്യലാണ് അതിനകത്ത്. പക്ഷെ പാരൻസിൻ്റെ സപ്പോർട്ട് കൂടെ വന്നപ്പോൾ പെൺകൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട്, പക്ഷെ ഇവിടെ വന്ന് ഞാൻ ചാവും ഇപ്പം കൊല്ലും പിടിക്കുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. കാരണം ആ കാലഘട്ടത്തിൽ ആ കുട്ടിയുടെ ഇമ്മച്യൂരിറ്റി കാരണം +2 കഴിഞ്ഞു 18 തികയാൻ നിന്നു ചാടിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം അത് ചാടിപ്പോയത് വേറെ ആരുടെയും കൂടെ അല്ല, അമ്മയുടെ മാമൻ മീൻസ് അമ്മയുടെ കസിൻ ബ്രദറിന്റെ കൂടെ. അങ്ങനെ പോയി അവർ നമ്മൾ കുറച്ച് ഏജിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നിട്ട് തിരിച്ചു വരുന്ന സമയം മറ്റേ ആള് തൂങ്ങിച്ചാവാൻ നിൽക്കും. അപ്പോഴും ലീഗലി മാരീഡും ആയിരിക്കും. നീ എന്റെ ജീവിതം തൊലച്ചില്ലേ പിടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നമുക്ക് എന്താ പറയാ, കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ. ശരി, ഓക്കെ, കുറച്ചൊക്കെ ഡിവോഴ്സ് ഒന്നും വേണം, ആദ്യം ഉള്ള സ്റ്റാൻഡ് എടുക്ക്. ഇവളും അതിൽ നിന്ന് പുറത്തേക്ക് വരണം, അവനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈവൺ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതും ഇൻവോൾവ് ആണ്. ഇപ്പം ഡിവോഴ്സ് വെച്ചാൽ ഇന്ന് വന്നോടെ ആ വക്കാലത്ത് ഒപ്പിട്, നാളെ പെറ്റീഷൻ ഇട്, അങ്ങനെ അല്ലല്ലോ. നമ്മൾ അവരെയും അതിനു വേണ്ടി പാകപ്പെടുത്തണം. അവരെ ഡിസിഷൻ ഒരു ഇമോഷന്റെ പുറത്തെടുത്തതാവരുത്, ധൈര്യമായിട്ടൊരു ഡിസിഷൻ എടുത്തതെന്നും കൂടെ നമുക്ക് തോന്നണം. അല്ലെ, ഏറ്റവും പ്രായം കുറഞ്ഞ് മാമിന്റെ അടുത്ത് 18 വയസ്സ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. 18 വയസ്സോ? അപ്പൊ ഇവരെപ്പോഴാണ് മാം കല്യാണം കഴിച്ചത്? 18 കഴിഞ്ഞോടെ കല്യാണം കഴിച്ച് ഒരുമാതിരി നമ്മൾ ആ ഒന്ന് പറയല്ലേ ഡോപ്പമിനൊക്കെ പോയി ആ എക്സൈറ്റ്മെന്റ് ഒക്കെ പോയി റിയാലിറ്റിയിലോട്ട് വരുന്ന സമയമുണ്ട്. 1 മാസം 2 മാസത്തിലൊക്കെ വന്ന് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതലും അയ്യോ എനിക്ക് എന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞു വരുന്നത്. അത് തീരെ എന്താ പറയാ വിവരവും ബോധവും ഒന്നുമില്ലാതെ ഏതാണ്ടോ മറ്റേ ഈ ഇതൊക്കെ കണ്ടു ചാടി പോണ സോഷ്യൽ മീഡിയയിലെ കാണിച്ചു കൂട്ടുന്ന മല്ലത്തനങ്ങളാണിത്. കുറ്റം പറയാനും പറ്റില്ല. ഏറ്റവും മാം പറഞ്ഞു 18 വയസ്സിൽ തന്നെ 18 വയസ്സിൽ കെട്ടി 18 വയസ്സിൽ തന്നെ ഡിവോഴ്സിന് വന്ന കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും പ്രായം കൂടിയത് മാമിന് വന്നത് ഏത് ഏജാണ്? 60+ ഉണ്ട്. 60+ ഉണ്ട്. അപ്പൊ അത്രയും വർഷം ഇവർ ജീവിച്ചിട്ട് ഇവരെന്താണ് അതിലേക്ക്, അപ്പൊ ഇത്രയും വർഷം ഇവരത് ചെയ്തിട്ടില്ല. 60 ആവുമ്പോൾ ഇവരത് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്തുകൊണ്ട്? എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺഹാപ്പി മാരേജ് ആയിരിക്കും, അസന്തുഷ്ടിതമായ ഒരു ജീവിതം. പക്ഷെ കുട്ടികളെ വേണ്ടിയിട്ട് കുട്ടികൾ ഒരു നിലയിലാവട്ടെ, അവരുടെ ഒരു കല്യാണം കഴിയട്ടെ, അതൊന്ന് സെറ്റിൽ ആവട്ടെ എന്ന് പറഞ്ഞ് സഹിച്ച് എന്നിട്ട് പിന്നീട് വന്നിട്ട് 60+ വന്നിട്ട് പിന്നെയും അത് പോകുമായിരുന്നു. പക്ഷെ ടോർച്ചർ കൂടെ വരുമ്പോഴേക്കും നമുക്ക് സീരിയസ് ആയിട്ട് ഇടപെടും. അവർക്ക് പിന്നെ എനിക്ക് ഒട്ടും പറ്റില്ല മാഡം എന്ന് പറയും. പിന്നെ മക്കൾ സപ്പോർട്ട് ചെയ്യും. മക്കളാണ് ചിലപ്പം വന്നിട്ട് അമ്മയ്ക്ക് വേണ്ടി ഡിവോഴ്സിന് വേണ്ടി. പക്ഷെ ഞാനത് പറയും, ആദ്യം അമ്മയെ കൊണ്ടുപോവാ, നിങ്ങളെല്ലാം ചെയ്യിക്കേണ്ടത് ഇറ്റ്സ് പ്യൂർലി അവരുടെ കാര്യമാണ്. ഇല്ല മാം അത് അവർ ഒരുപാട് അനുഭവിച്ചു, ഇനിയെങ്കിലും അമ്മയ്ക്കൊരു ജീവിതം വേണം, ലൈഫ് വേണം, അമ്മ ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. എങ്ങനെ പിന്നെ ഇതൊരു ഭയങ്കര റയറായിട്ട് ഒരു സിനിമയുടെ ഓരോ ദിവസം ഓരോ കഥയാ മീര വരുന്നത്. ഇത്രയും പറയുമ്പോഴും മാം ആണ് ഇന്ന് എത്തുന്നറിയുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പേര് എഴുതി ചോദിക്കണമെന്ന് പറഞ്ഞ് തന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഭയങ്കര റാപ്പിഡ് ഫയർ ആയിട്ട് മാമിന്റെ എനർജി തന്നെ എനിക്ക് കിട്ടണം. ഇതിൽ കുറച്ച് കുട്ടികൾ സെറ്റൊക്കെ തന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വേണം കേട്ടോ മാം. അത്രയ്ക്ക് വിവരം ബോധമുണ്ടോ? ഓക്കെ, റാപ്പിഡ് ഫയർ ആയിട്ട് മാം ഞാൻ ചോദിക്കാൻ പോവാണ്. ബ്രേക്കപ്പ് ഡിവോഴ്സ് ആകുന്ന എല്ലാ റിലേഷൻഷിപ്സിലും കാണുന്ന ഒരു പാറ്റേൺ എന്താണ്? ബ്രേക്കപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ്, അതായത് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിവോഴ്സ്, ഡിസ്റെസ്പെക്റ്റ് ആണ്. ഗ്രേറ്റ്. ഒരു പുരുഷൻ മാരേജ് മെറ്റീരിയൽ ആണെന്ന് തെളിയിക്കുന്ന ദ വെരി ഫസ്റ്റ് സൈൻ എന്താണ്? ഡവറി ഡിമാൻഡ് ചെയ്യുമ്പോൾ അവൻ വന്നിട്ട് കുറച്ചുകൂടെ ഇതില്ലേ, ഫിനാൻഷ്യൽ അല്ലേ ഉദ്ദേശിക്കുന്നത്? ഫിനാൻഷ്യൽ അല്ല മാം, മാരേജ് മെറ്റീരിയൽ ആണ്. ഇയാളെ കല്യാണം കഴിക്കാം, ബോയ് ഫ്രണ്ട് അല്ല, ഇയാളെ കല്യാണം കഴിക്കാൻ ഇയാൾ നല്ലതാണ്. ഓക്കെ, ഇപ്പോഴത്തെ പെൺപിള്ളേർ നോക്കിയാണ് ഇയാളെ കല്യാണം കഴിക്കാം നമുക്ക് ഇമോഷണലി അവൈലബിൾ ആണ് എങ്കിൽ, കുറച്ചുകൂടെയൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പറയുന്നത് അതേ സെൻസിലോ ജഡ്ജ്മെന്റൽ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഇമോഷണലി അവൈലബിൾ ആണ് എങ്കിൽ പെൺപിള്ളേർ അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കാം. ആണുങ്ങളിലേക്ക് വരുമ്പോഴോ മാം, ഇവള് ഒരു വൈഫ് മെറ്റീരിയൽ ആണ്, ഇവളെ കല്യാണം കഴിക്കണം, കൂടെ ഒന്നും കൊണ്ടുപോകണം, കറങ്ങാനല്ല, ഇവളെ എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം എനിക്ക് വേണം
എന്നൊരു പുരുഷനിൽ തോന്നിക്കുന്ന ഒരു ഫസ്റ്റ് സൈൻ? എനിക്ക് അത് ഒട്ടും അറിയില്ല. കാരണം വെച്ചാൽ എനിക്ക് പുരുഷൻ്റെ സൈക്കോളജി ഇന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ സമ്മതിക്കുന്ന, എന്ന് വെച്ചാൽ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന, അത് ഇപ്പം എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് ചായ വരും കേട്ടോ പെണ്ണിൻ്റെ അടുത്തോട്ട്. അത് കാരണമാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇവൾ എൻ്റെ ഭാര്യ ആയിരിക്കണം, എൻ്റെ പാർട്ട്ണർ, നമുക്ക് ഒരുമിച്ച് ബിൽഡ് ആക്കണം എന്നതിനേക്കാളും കൂടെ അത് കുറച്ച് മെച്ചൂർഡായിട്ട് പെൺകുട്ടികൾ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ടുഗദർ ബിൽഡ് അവന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്റ്റേണൽ ബ്യൂട്ടിയോ ഒരു എന്താ പറയുക, ഒരു പ്രൗഡായിട്ട് എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഫാമിലി ഞാൻ ഇവളെയാണ് കെട്ടിയത് എന്ന് പറയാൻ പറ്റണം. ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പയ്യന്മാര് ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ കുറച്ച് ഇമോഷണലി, അതെ ഇന്റലക്ച്വൽ ആയിട്ടാണ് അവർ ഡിസൈഡ് ചെയ്തതായിട്ട് എനിക്ക് ഞാൻ പറയുന്നത്. പുരുഷന്മാരാണ് കുറച്ച് ഫിസിക്കലും കൂടി എവിടെയോ, ഫിസിക്കലിയും പിന്നെ പല കാര്യത്തിലും ഇതേപോലെ എന്താ പറയാ എന്ന് പറഞ്ഞു വെച്ചാൽ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന പറ്റുന്ന ഒരു, എല്ലാവരും അല്ല കേട്ടോ, ഇപ്പം ഞാൻ എന്നെ എടുത്തിട്ട് കൊടുക്കുമല്ലോ. അല്ല മാം, ഇത് പറയുമ്പോഴും മാം ഇത്രയൊക്കെ പറയുമ്പോൾ വളരെ പ്രൗഡായിട്ട്, മകളെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്, നല്ല സുന്ദരി സ്മാർട്ടായിട്ടുള്ളൊരു മകളുണ്ട്, ഒരു സിംഗിൾ മദർ, പ്രൗഡായിട്ട് ബിൽഡ് ചെയ്തതാണ്. സോ മാമിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് ഒരുപാട് പേരെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഇത്രയും സഫർ ചെയ്യുന്നവരെ കൈപിടിച്ച് ഉയർത്തണം എന്ന് തോന്നിയത് മാമിൻ്റെ ലൈഫിൽ നിന്ന് തന്നെയാണോ? 100%. അല്ലെങ്കിൽ ഇനി ഞാനിങ്ങനെ ആവത്തില്ല. ഇപ്പം ഞാനൊരു ഹെൽത്തി മാരേജിലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ലല്ലോ, ഞാൻ അനുഭവിച്ച്, അല്ലെങ്കിൽ വേറൊരാൾ വന്ന് പറയുമ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റണ്ടേ, എനിക്കത് മനസ്സിലാവണ്ടേ. ഒരു തീയിലെങ്കിലും ചവിട്ടി ഒരാൾക്കല്ലേ അയ്യോ ഇത്രയും പൊള്ളലുണ്ടോ എന്നറിയാൻ പറ്റും, മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ഇപ്പം ഈവൻ ഞാൻ കോർട്ടിലിരിക്കുന്ന സമയത്ത് എന്നെ ഇതിനൊക്കെ ഡിവോഴ്സോ, ഇതൊക്കെ പ്രശ്നം എൻ്റെ കൊളീഗ്സ് ചോദിക്കുന്നതാണ്, ശൈലി ഇതെന്തിനാ, ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ എന്ന്. പക്ഷെ അത് എത്രത്തോളം മറ്റൊരാളെ ബാധിക്കുന്നുണ്ട് എന്ന് അതൊരിക്കലെങ്കിലും അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അതിന് 100% എൻ്റെ LLB പ്ലസ് ഒരു 6 വർഷത്തെ ദാമ്പത്യ ജീവിതവും കൂടെ വരുമ്പോഴാണ് ഞാൻ ഇതായത്, ഇന്നത്തെ ശൈലയായത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. മാം എന്ന ഭാര്യ ഇത് എനിക്ക് സഫർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണ്? അന്നത്തെ ഞാനല്ല ഇന്ന്. ഞാനെന്ന് പറയുന്നത് ഭയങ്കര ബ്രേക്കായി, എനിക്ക് എന്താ വെച്ചാൽ ഒരു ഡിസിഷൻ പോലും എടുക്കാൻ പറ്റാത്ത, പിന്നെ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, കൺഫ്യൂസ്ഡ് ആയ, ഇതെന്ത് ശരി, ഇത് എനിക്കാണോ എന്തോ പ്രശ്നം എന്നത് ഒരാളായിരുന്നു. എനിക്കിന്ന് ഇപ്പം തിരിഞ്ഞു നോക്കുന്നപ്പം ആ വ്യക്തിയുടെ അടുത്തൊരു സഹതാപം തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്, അവൾ കാരണമാണ് ഞാൻ ഇന്നത്തെ ശൈലിയായത് എന്നുള്ളത്. പക്ഷേ ആ പെൺകുട്ടിയെ തിരിച്ചറിയണമെങ്കിൽ വെളിയിൽ ഒരാൾക്ക് മനസ്സിലാവില്ല. എന്നുവെച്ചാൽ അത്രമാത്രം പോയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത്. പിന്നെ ഏറ്റവും ഭയന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റിയാണ് ഞാൻ ഏറ്റവും പേടിച്ചത്. ഇന്ന് എനിക്ക് പേടിക്കേണ്ട, ഞാൻ 50 വയസ്സിൽ നിന്നു. അന്ന് എൻ്റെ ഏർലി 30 എന്നല്ല 29, 28. ലവ് മാരേജോ അറേഞ്ച്? ലവ് ആയിരുന്നു ഞങ്ങളുടെ. 2.5 വർഷം. അതെങ്ങനെയാണ് മാം ലവ് എന്ന് പറയുമ്പോൾ? നമ്മൾ മാം പറയുമ്പോൾ 2.5 വർഷം അപ്പം നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പൊ പാർട്ട്ണറെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും മാം ഈ ലവ് മാരേജസ് ആണ് കൂടുതലും ഡിവോഴ്സിലേക്ക്. ലവ് മാത്രം പോരാ, അതാണ് അവിടെ ഒരു തെറ്റിദ്ധാരണ വരുന്നത്. ഒരു മാരേജ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ലവ് മാത്രം പോരാ, ബേസിക് റെസ്പെക്റ്റ് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, ഒരു ബോണ്ട് വേണം. അതല്ലാതെ ഇത് ഏറ്റവും വലിയ തെറ്റാണ്. ലവ് മാത്രം മതി ഒരു മാരേജിലെന്ന് പറയുന്നത് ഒരിക്കലുമല്ല. ലവ് മാരേജ് ഒക്കെ നല്ലതാണ്, ഇല്ല എന്നല്ല, പക്ഷെ പരസ്പരം നമ്മൾ അറിഞ്ഞ് അവരുമായിട്ടൊരു മിനിമം റെസ്പെക്റ്റ് എങ്കിലും വേണം. വന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പാണ് കല്യാണം, ദാമ്പത്യം പാർട്ട്ണർഷിപ്പാണ്. പക്ഷേ സീരിയസ്ലി സോ പ്രൗഡ് അബൌട്ട് മാം. കാരണം മകളെ ഏറ്റവും നന്നായിട്ട് വളർത്തി, വളരെ പ്രൗഡ് ഒരു അമ്മയായിട്ട് നമ്മുടെ മുന്നിലിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് എന്താ പറയുക ആശ്രയം പകരുകയാണ്. ആൻഡ് അടുത്ത ചോദ്യം ഇതാണ്, ഒരു ഡിവോഴ്സ് ലോയറെ കാണുന്നതിന് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും മസ്റ്റായിട്ട് സംസാരിച്ചിരിക്കേണ്ട ഒരു കാര്യം അവർ തമ്മിൽ ഒന്നെന്ന് പറയുന്നത്, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയിട്ടുണ്ടാവും മീര. അപ്പോൾ അവർക്ക് തമ്മിൽ സംസാരിച്ചാലും കണക്റ്റ് ആവുന്നുണ്ടാവില്ല. പക്ഷേ മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ എനിക്ക് അത് കുറച്ച് ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നല്ല, അവർ തമ്മിലൊരു തീരുമാനം എടുക്കുകയാണ്, ഇതൊരു മുന്നോട്ട് പോകാൻ പറ്റില്ല, അവർ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ സാമ്പത്തിക ഇടപാടെല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അവർ സംസാരിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെയാണെങ്കിൽ. പക്ഷേ അവർ ഡിസിഷൻ എടുത്തിട്ട് വന്നാലും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാഞ്ഞിട്ടാണ് സാധാരണ നമ്മളടുത്തോട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഒരാൾ പറയുന്ന ആൾ മറ്റേ മനസ്സിലാവണ്ടേ, അല്ലെങ്കിൽ അവർ മൈൻഡ് ആക്കുന്നില്ല, ഇഗ്നോർ ചെയ്യാണ്, അവോയ്ഡ് ചെയ്യാണ്. നിനക്കെന്താ ഡിവോഴ്സ് വേണോ, കൊണ്ടുപാടി പേപ്പർ ഞാനിപ്പോൾ ഒപ്പിട്ടേറെ, ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നവരടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് 2K കിഡ്സിനോട് കല്യാണം കഴിക്കാൻ റെഡിയായി നിൽക്കുന്ന 2K കിഡ്സിനോട് മാമിൻ്റെ ഒരു പീസ് ഓഫ് അഡ്വൈസ്.
ചാടിക്കേറി ഒരു തീരുമാനം എടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് എന്ന് പറയുന്നത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വിവാഹ ബന്ധത്തിൽ ഇപ്പം മണ്ഡപത്തിൽ കയറി താലി കെട്ടി അല്ലെങ്കിൽ ആ നിമിഷം വരെയും നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സമയമോ ചോയ്സ് ഉണ്ട്. വിവാഹം മാറിയെന്നോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയെന്നോ അല്ലെങ്കിൽ കുറേ നിശ്ചയിച്ച കല്യാണം പോയെന്നോ കല്യാണ ലെറ്റർ അടിച്ചു പിരിഞ്ഞോ എന്ന് പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല. പ്രശ്നം വരുന്നത് അത് കഴിഞ്ഞ് കോടതിയിൽ കയറേണ്ടി വരുന്നത്, തൂങ്ങി നിൽക്കേണ്ടി വരേണ്ടത്, അടിച്ചു കൊല്ലേണ്ടി വരും. ഈ തൃഷ ശർമ്മയുടെ കേസിൽ ഇപ്പം നടന്നിട്ട കേസിലാണ് മോഡലിൻ്റെ ഈ ബാരാത്ത് കൊണ്ടുവരണ സമയത്ത്, അതായത് ഈ പെൺകുറിച്ച് വെഡ്ഡിങ് ഡ്രസ്സോടുകൂടെ ഇവിടെ മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ കൊണ്ടുവന്ന സമയത്ത് അപ്പം 10 lakh ഡിമാൻഡ് ചെയ്യുകയാണ്. ഫാദറിൻ്റെ മൊഴിയിലാണ് ഞാൻ പറഞ്ഞത്. ആ നിമിഷം തിരിച്ചു വിടണമായിരുന്നു. ആ ഒരു കറേജ് നമ്മുടെ ഭാഗത്ത് വരണം. കാരണം ആ സമയം തന്നെ നമുക്ക് മനസ്സിലാവും ഗ്രീഡിനെസ്. ഇത് മിക്ക മാരേജിലും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ലെറ്ററൊക്കെ അടിച്ചു എല്ലാം ചെയ്തതിന് ശേഷം ഇവർ നേരെ മാറ്റിയതിന് ശേഷം പിന്നെ ഇവർക്ക് ഡിമാൻഡ്സ് കൂടും. എന്താ കല്യാണത്തിന് നമ്മൾ വിചാരിച്ച കാശ് റെഡിയായില്ല, കുറച്ച് കാശൊന്നും ഇടാവോ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്കത് ഇത് ഭയങ്കര റെഡ് ഫ്ലാഗ്സ് ആണ്. അതിൽ നിന്ന് മാറിയെന്നല്ലേ ഉള്ളൂ, കല്യാണം മുടങ്ങിയെന്നല്ലേ ഉള്ളൂ. പക്ഷേ പിന്നീട് കിടന്ന് കോടതി കയറുന്നതിനേക്കാളും എത്രയോ നല്ലത് മാരേജ് എന്ന്. അല്ല, ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകളെ തല്ലുന്ന പുരുഷന്മാർ കേരളത്തിലുണ്ടോ? ഉണ്ടല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻഡയറക്റ്റ് ആയിട്ട് സ്ത്രീധനമെന്നോ അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കിട്ടാഞ്ഞ് വരുമ്പം അവന് എന്നെ കിട്ടിയത് മറ്റേതായിരുന്നു, കാറായിരുന്നു, ഇത് ആർക്കാ വേണ്ടേ, ഇങ്ങനത്തെ കുറച്ച് ഡയലോഗ്സ് അത് മതിയല്ലോ മാനസികമായിട്ട് ആകെ തളരാൻ വേണ്ടിയിട്ട്. ഗോൾഡ് ഇത്ര ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടല്ലോ, നിനക്ക് ഇത്രയും ഉണ്ടായിരുന്നുള്ളോ, ഇത്രയൊക്കെ കുട്ടികൾ. അപ്പം പിന്നെ നിങ്ങളത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ അറിഞ്ഞും കണ്ടുമൊക്കെ ചെയ്യേണ്ടതല്ലേ, ഇതിപ്പോൾ ചോദിക്കണോ? ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും വളരെ മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ദാമ്പത്യത്തിൽ ഏറ്റവും വൈകി അവർ മനസ്സിലാക്കുന്ന ഒരു പാഠം എന്താണ് ഒരു ദാമ്പത്യത്തിൽ? ഞാൻ നേരത്തെ പറഞ്ഞ ലവ് ഈസ് ഇനഫ് എന്നുള്ള രീതിയിൽ. പിന്നെ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഒരാളെ കിട്ടും എന്ന് പറഞ്ഞു, എന്താ വെച്ചാൽ എല്ലാം തികഞ്ഞ ആളാണ് എൻ്റെ പാർട്ട്ണർ എന്നുള്ള ആ തെറ്റിദ്ധാരണ മാറി ഇതാണ് എൻ്റെ പാർട്ട്ണർ എന്ന് റിയലൈസ് ചെയ്തിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പെർഫെക്റ്റ് അല്ല. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം കിട്ടണമെന്നുമില്ല എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യണമെന്നല്ലോ ഉദ്ദേശം. മീരയ്ക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. പക്ഷേ അക്സെപ്റ്റ് ചെയ്യുക, ദിസ് ഇസ് മൈ ഹസ്ബൻഡ് അല്ലെ ദിസ് ഇസ് മൈ വൈഫ്. അദ്ദേഹം അവർക്ക് പോരായ്മ ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ നമുക്ക് വന്നിട്ട് അതെല്ലാം തികഞ്ഞ് എനിക്ക് വേണമായിരുന്നു എന്ന് വാശി പിടിക്കുന്നത് പിന്നീട് കാലങ്ങളിലും മാറും. അങ്ങനെ പോകുന്നത് വിജയിക്കുകയും ചെയ്യും. ഉൾക്കൊള്ളുന്നത് സമയമെടുക്കും. അത് അതിൻ്റെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മേക്കപ്പ് ചെയ്യുന്ന ഒരു പെൺകുട്ടി, അയാൾക്ക് മേക്കപ്പ് ഇടുന്ന ഇഷ്ടമില്ല. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോഴേക്കും കോൺഫ്ലിക്റ്റ് വരും. ഇവൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇവൾക്ക് കോൺഫിഡൻസും പോകും, അത് വരും. അപ്പോൾ പിന്നെ ആകെ ഒരു കോൺഫ്ലിക്റ്റ് വരും. മറ്റേത് അങ്ങനെയല്ല, ഓക്കെ അവൾ ചെയ്തോട്ടെ, അക്സെപ്റ്റ് ചെയ്യുക. അവൾ മറ്റൊരാൾക്ക് മേക്കപ്പ് ഇഷ്ടമില്ലെങ്കിൽ ഇവൾക്ക് ലൈറ്റ് ആയിട്ട് ചെയ്യുക. അങ്ങനെ ഒരു കോംപ്രമൈസിൽ വന്നിട്ട് പോകുന്നത്. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് ശരിക്കും സഫോക്കേഷൻ വരും. അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇത്രയൊക്കെ പറയുമ്പോഴും ഒരുപാട് കുഞ്ഞുങ്ങളുടെ മുഖം മാമിന്റെ മനസ്സിലുണ്ട് എന്നറിയാം. ഏതെങ്കിലും ഒരു കോടതി മുറിയിൽ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരു ഡിവോഴ്സിന്റെ ബാക്കി പത്രമായി കരയുന്ന ഒരു കുട്ടിയുടെ മുഖം മാമിനെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഭയങ്കരമായിട്ടും കരഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. നമുക്കാരെയും കുറ്റപ്പെടുത്താനും പറ്റില്ല. ഈ പെൺകുട്ടിയെല്ലാം ആൺപിള്ളേരാണ് എങ്കിലും അവരാരും ഈ ലോകത്തിൽ ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി വന്നതല്ല. നമ്മളാണ് അവരെ കൊണ്ടുവന്നേന്. അപ്പം രണ്ടുപേർക്കും ഉത്തരവാദിത്തമുണ്ട്. രണ്ടുപേരും തമ്മിലുള്ളൊരു ഫൈറ്റിന് വേണ്ടിയിട്ട് ഇതിനെ വെപ്പണാക്കുകയും ചെയ്യരുത് കുഞ്ഞുങ്ങളെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്കൊരു ചോയ്സ് എടുക്കാൻ പറ്റാതെ ഇവർക്ക് കൊടുക്കുന്ന ട്രോമയും വലുതായിരിക്കും. അച്ഛൻ്റെ കൂടെ പോകുമ്പോഴേക്കും അയ്യോ അമ്മ വേദനിക്കുമോ എന്ന് ഓർത്തിട്ട് അവിടെ സമാധാനമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇവിടെ അമ്മയുടെ അടുത്ത് വരുമ്പോഴേക്കും അച്ഛനെ മിസ് ചെയ്യുന്ന പിള്ളേർ, അങ്ങനെ പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് അവർ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോ പാരന്റിങ് നല്ല രീതിയിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, മക്കൾക്ക് വേണ്ടി സഹിക്കണമെന്നല്ല പറയുന്നത്, അവരൊരു തലമുറയാണ്. ആ തലമുറയ്ക്ക് ഒരു ട്രോമ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരെ റിലേഷൻഷിപ്പിനെയും അവരുടെ ലൈഫിനെയും ഒക്കെ ബാധിക്കും. അത് ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സൈൽഡ് സ്പെഷ്യലിസ്റ്റോ അവരുടെ അടുത്ത് പോയിട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കേണ്ടതാണ്. എനിക്ക് ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ മീര. ബാക്കിയെല്ലാം അവനവൻ കുറച്ചുകൂടെ മെച്ചൂർഡായിട്ട് ഡിസിഷൻ എടുക്കേണ്ടതാണ്. അതിന് പക്ഷേ അത് അവർ രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്യണം. അല്ലാതെ ടൂൾ പോലെ ഞാൻ എൻ്റെ കൊച്ചിനെ കൊടുക്കൂല എന്നുള്ള ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഒന്നും ചെയ്യില്ല. ഞാൻ ഏറ്റവും സ്ത്രീകളോട് എതിർക്കുന്ന ഒരേ ഒരു കാര്യവും അവർക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യവും ഇത് തന്നെയാണ്. മേ ബി അയാളൊരു റോങ് പാർട്ട്ണർ ആയിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് അയാൾ ഒരു ബാഡ് ഫാദർ. അത് കാരണം ഞാൻ അത് സമ്മതിക്കാറില്ല. ഇത്രയും പറയുമ്പോഴും മാം ജീവിതത്തിൽ ഒരു വലിയ തീരുമാനം എടുത്ത ഒരാളാണ്. LLB
LLB+ മാം പറഞ്ഞു, മാമിൻ്റെ മാരേജ് ലൈഫും കൂടെ ചേർത്താണ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ട് മാമിനെ ഇപ്പോൾ കേരളത്തിൻ്റെ മുന്നിൽ ഇരുത്തുന്നത്. ഏതൊരു പോയിന്റിൽ മാം ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നുപോയാണ് ആ തീരുമാനത്തിൽ എത്തുന്നതെന്ന് പറഞ്ഞു. യു റിമെമ്പർ ദ നൈറ്റ്, നാളെ ഞാൻ ഈ തീരുമാനം എടുക്കാൻ പോവാണ് എന്ന ആ ഒരു നൈറ്റ് മാം ഇപ്പോൾ ഓർക്കാറുണ്ടോ? നാളെ അല്ല, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു നേരം വെളുക്കുമ്പോൾ വരുന്നതല്ല, അത് ഗ്രാജുവലി ഹാപ്പൻ ചെയ്യുന്ന ഒരു സാധനം. മാം ആരുമായിട്ടാണ് ഇത് ആദ്യം ഷെയർ ചെയ്തത്? ഞാൻ ഈ തീരുമാനം എടുക്കുകയാണ്. മാം പറഞ്ഞു ഒരു സൊസൈറ്റി ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു അന്നെന്ന്. അപ്പൊ ഈ ഒരു കാര്യം മാം ഡിസൈഡ് ചെയ്ത് ഉള്ളിൽ ഉറപ്പിച്ചതിന് ശേഷം ആരുമായിട്ടാണ് മാം ആദ്യം അത് ഷെയർ ചെയ്യുന്നത്? ഞാൻ ആരുമായിട്ടും സത്യം ഷെയർ ചെയ്തിട്ടില്ല. ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഗോയിങ്ങിൽ വേണ്ട, പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പെട്ടിയെടുത്ത് തിരിഞ്ഞു വന്നതല്ല. ഞങ്ങളിങ്ങനെ ബ്രേക്കായിട്ട് ഞാൻ ഓരോ പടിയായിട്ട് മാറി വന്ന് ഇന്നും നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമായിരിക്കാം. ഇപ്പം ഇത്രയും ടോർച്ചർ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ യാതൊരു പകയോ ദേഷ്യമോ ഒന്നുമില്ല. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജും അല്ലെങ്കിൽ ഡിവോഴ്സും ഒക്കെ ഹാപ്പൻ ചെയ്യാം. എനിക്ക് അതുതന്നെ ഒരു അഡ്വൈസ് ഉള്ളൂ, അത് ശത്രുവായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഒരു ദിവസമെങ്കിലും നമ്മൾ സ്നേഹിച്ചവരായിരിക്കും, അത് അവരെന്തായിക്കോട്ടെ, നമുക്ക് വിഷയമില്ല. നമ്മളെന്താവണമെന്ന് നമുക്ക് ഇതിൽ തീരുമാനിക്കണേ. നമ്മുടെ ഉള്ളിൽ പകയോ ദേഷ്യമോ വൈരാഗ്യമോ ഇത് കൊണ്ടുപോയാൽ നമ്മൾ തന്നെ തളരും. ഞാൻ എൻ്റെ കക്ഷികളെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ശൈലയാണ് കാണുന്നത്, എതിർഭാഗം കാണുന്നത് അദ്ദേഹത്തിനെ പോലെ 100 ആൾക്കാരാണ്. എനിക്ക് അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യും. എനിക്ക് ഇതേപോലത്തെ സ്ത്രീകളെ ഞാൻ ഇങ്ങനെ എടുക്കും. ഇത്രയും പറയുമ്പോൾ ഓരോ സെലിബ്രിറ്റി ഡിവോഴ്സസും ഇപ്പം മീഡിയാസ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇവരവരുടെ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നു, പോകുന്നു, ഇവർ വേണ്ടാത്ത കുറേ ഇതൊക്കെ അബ്സേർഡായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറയാറുണ്ട്. എന്നാലും മീഡിയ ഒരുവിധം ഡിഗ്നിറ്റിയോടെ ഹാൻഡിൽ ചെയ്തു എന്ന് മാമിന് തോന്നിച്ച ഒരു സെലിബ്രിറ്റി ഇതുവരെ ഒന്നും തോന്നുന്നിട്ടില്ല. മീഡിയ ഭയങ്കരമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്തിട്ടേ പോയിട്ട്. കാരണം അവരുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്, അതിന് ഒരു റെസ്പെക്റ്റും കൊടുക്കാതില്ലേ. ഇപ്പം നമ്മൾ തന്നെ അറിയുന്നത് എന്താ, എല്ലാം ഇപ്പം സോഷ്യൽ മീഡിയ ആവട്ടെ അല്ലാതെ എന്ത് തന്നെയാണെങ്കിലും അതൊരു സംഭവമായിട്ട് കരുതുന്നുണ്ട്. ഇപ്പം സെലിബ്രിറ്റി ഡിവോഴ്സസ് എന്ന് പറയുന്നത്, അതിന് മീഡിയ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു പബ്ലിക് അവയർനെസ് കൊടുക്കേണ്ട കാര്യവുമില്ല. അത് ചിലപ്പം ബാഡായിട്ട് സൊസൈറ്റിയെ ബാധിക്കുകയുള്ളൂ. അതൊരു വിഷയമേ ആക്കരുത്. അതേ എൻ്റെ അഭിപ്രായം. ചോയ്സാണ്. അല്ലാതെ വന്നിട്ട് അതിങ്ങനെ കോടതിയിൽ നിന്ന് വരുന്നു പോകുന്നു. ഇപ്പം ഞാൻ സെലിബ്രിറ്റി കേസുണ്ട്, അവരുടെ അത് മര്യാദ എന്താ ചെയ്യുക, നമ്മൾ മാനിക്കണം. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഒരു മീഡിയയും അത് കോൺഫിഡൻഷ്യലായിട്ട് റെസ്പെക്റ്റ് ആയിട്ട് ഞാൻ കരുതിയിട്ടില്ല. എല്ലാം അങ്ങനെ എടുക്കില്ലേ, നമ്മൾ അറിയുന്നില്ലേ? അറിയാതെ ഏതാ പോയിട്ടുള്ളത്? അറിയുന്നുണ്ട്. അല്ലെ, ഇത്രയും മാരേജ് ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലെയാണ്. പുറത്തുള്ളവർ അകത്ത് കയറാൻ നോക്കുന്നു, അകത്തുള്ളവർ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കുന്നു എന്ന വളരെ പ്രശസ്തമായ കമന്റിനോട് മാം എങ്ങനെ റിയാക്ട് ചെയ്യും? അതൊരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നു. മാരേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പബ്ലിക് ടോയ്ലറ്റ് അല്ല. അതുപോലെ അകത്ത് കയറി എല്ലാവരും ഓടാനൊന്നും നിൽക്കുന്നില്ല. വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ടോയ്ലറ്റിലാണ് നിങ്ങൾ ഓടിക്കയറിയെങ്കിൽ നോക്കാം ഇറങ്ങേണ്ടി വരും. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക, കയറി പോകുന്നത് ടോയ്ലറ്റിലേക്കാണോ അതോ നല്ലൊരു സ്പേസിലാണോ എന്ന് പറഞ്ഞിട്ട്. ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉദ്യാനത്തിലോട്ട് കടക്കുന്നവരെ ഇറങ്ങി ഓടും. അപ്പം മാരേജിന് അങ്ങനെ നോക്കൂ, അപ്പം നമുക്ക് പോസിറ്റീവായിട്ട് തോന്നും. വളരെ മനോഹരമായിട്ടുള്ളൊരു തടാകമോ അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗാർഡനായിട്ട് കണ്ടാൽ മതി. അതിനകത്ത് കയറുമ്പോൾ അത്രയും ശാന്തതയും സന്തോഷവും സമാധാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ടുള്ളൊരു സഹകരണം ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒരു ഡ്രീമായിട്ടൊന്നും കരുതണ്ട. ഇപ്പം എൻ്റെ അടുത്തോട്ട് വരുന്ന എല്ലാം ബാഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ഇത് സംസാരിക്കാം. നല്ല രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്. ഇപ്പം എൻ്റെ പാരൻസ് ആണെങ്കിൽ ഇന്നും അവർ 80-85 ഉണ്ട്. മമ്മിക്ക് 80 പപ്പയ്ക്ക് 85 ഉണ്ട്. ദേ ആർ സ്റ്റിൽ ലിവിങ് വളരെ ഹാപ്പി ആയിട്ട്. ഇന്ന് രാവിലെയും കൂടെ രണ്ടാളും കൂടെ പള്ളിയിൽ പോയിട്ട് വരുന്നതാണ്. അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പലതും ഉണ്ട്. ഇത്രയും ബ്രേക്കപ്പ് സ്റ്റോറീസ്, ഇത്രയും ഡിവോഴ്സസ് വരുമ്പോഴും മാമിന് ഇപ്പോഴും റിലേഷൻഷിപ്പിൽ ഹോപ്പ് തോന്നുന്ന ഒരു കാര്യം എന്താണ്? ഇനി അടുത്തൊരു തലമുറയോട് പറയാനാണെങ്കിൽ ഒരിക്കലും ഒരു മോശമായിട്ടൊന്നും ഇത് കരുതേണ്ട ആവശ്യമില്ല. മാരേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് അത് മസ്റ്റ് ഡു തിങ്സ് ആയിട്ടും കാണണ്ട. എല്ലാ റിലേഷൻഷിപ്പും മാരേജിലും എൻഡ് ചെയ്യിക്കണ്ട. മനസ്സിലായില്ലേ? അത് മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. ഒരു റൂഫിൻ്റെ കീഴിൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകളും ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് അതൊരു മോശം കരുതണ്ട. പക്ഷേ എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യും എന്നുള്ള ഒരു മസ്റ്റ് ഡു തിങ് ആയിട്ട് കാണണ്ട. എനിക്ക് വേണോ മാരേജ് എന്ന് അവനവൻ തീരുമാനിക്കേണ്ടതാണ്. ഇറ്റ്സ് പ്യുവർ
പ്യുവർലി പേഴ്സണൽ ചോയ്സാണ്. അത് വീട്ടുകാർ പറഞ്ഞു അപ്പുറത്ത് അവൻ കല്യാണം കഴിച്ചു ഇവളെ എനിക്ക് ഇത്ര വയസ്സാവുമ്പോൾ കെട്ടിയില്ലേ എന്നൊന്നും പറഞ്ഞ് കെട്ടണ്ട. എനിക്ക് വേണോ എന്ന് അവനവൻ തീരുമാനിക്കണം. പിന്നെ ഭയങ്കര നെഗറ്റീവായിട്ട് രണ്ടിനെയും കാണണ്ട, മാരേജിനെയും കാണണ്ട, ഡിവോഴ്സിനെയും കാണണ്ട. ഇറ്റ്സ് ഓൺലി എ പാർട്ട് ഓഫ് ലൈഫ്. ഇപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞ് ഡിവോഴ്സ് പാർട്ടീസ് വരെ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് മാം. അത് നല്ലതാണോ മോശമാണോ മാമിന് എന്താ തോന്നുന്നത്? ഡിവോഴ്സ് സെലിബ്രേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് സെലിബ്രേറ്റ് ചെയ്ത് നടത്തിയ പോലെ അത് ബ്രേക്ക് ചെയ്യുന്നത് അത് അവരുടെ തന്നെ ഒരു ചോയ്സാണ്. ചിലപ്പോൾ അത് ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആഘോഷ പ്രകടനവും ഒരു കുഞ്ഞിനെ അവിടെ നിന്ന് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത ഒരു അച്ഛൻ കൊണ്ടുവന്ന് ചിലപ്പോൾ വലിയൊരു ആപത്തിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു ആഹ്ലാദ പ്രകടനമായിട്ടും കാണാം. പിന്നെ രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോശമായിട്ട് എടുക്കണ്ട, നമുക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ എടുത്ത ഒരു ധീരമായ എന്താ പറയുക ആ ഒരു ഡിസിഷനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ആഘോഷിക്കണോ വേണ്ടെന്ന് അവനവൻ തീരുമാനിക്കും. വൺ ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഡിവോഴ്സ് പേടിച്ച് ഇനി കല്യാണം കഴിച്ചാൽ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി വേറെ ബന്ധങ്ങളിലേക്ക് പോകുമെന്ന് പേടിച്ച് മാത്രം കല്യാണം കഴിക്കാതെ നിൽക്കുന്ന കുറച്ച് പേരോട് മാമിന് എന്താണ് പറയാനുള്ളത്? അത് നമ്മൾ പറയണ ഗാമഫോബിയ എന്നൊക്കെ പറയുമല്ലോ. കാരണം ബാക്കി പലതും കണ്ടിട്ട് മാരേജിനെ പേടിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. നമുക്ക് എന്താ പറയുക, അതിനിപ്പോൾ മാറ്റി അവരെ കല്യാണത്തിലൊക്കെ തള്ളിവിട്ട് അവരിങ്ങനെ ആപത്തേക്കിനേക്കാളും സന്തോഷമായിട്ട് ജീവിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു പാർട്ട്ണർ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ അയ്യോ ഞാൻ പ്രണയിച്ചു പോയി ഇയാളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയാതെ നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ ആരോ പറയണല്ലോ ഒരു 3-4 ഡേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ഒരെണ്ണത്തെ സെലക്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അതിങ്ങനെ മാം അതിൽ വിശ്വസിക്കുന്നുണ്ട്. 3-4 പേരെ ഡേറ്റ് ചെയ്ത് ഡേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫിസിക്കൽ തന്നെ അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഡേറ്റിംഗ് മീൻസ് സംസാരിക്കാം, യാത്ര പോവാം, ഷെയർ ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ സൊസൈറ്റിക്ക് അത് എത്രത്തോളം ഞാൻ പറയണ അത് ഈ ഡിവോഴ്സ് പോയി കോടതി കിടന്ന് അടി ഉണ്ടാക്കുന്നേക്കാൾ എത്രയോ നല്ലത്. മാം പറഞ്ഞൊരു കാര്യമുണ്ട്, ബെഞ്ചിങ് എന്ന് പറഞ്ഞ ഒരു കുട്ടികൾക്ക് ഇപ്പോൾ ഒരു പ്രോസസ് ഉണ്ട്. ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബെഞ്ചിൽ ഇപ്പോൾ 3-4 പേരെ ഇരുത്തിയിരിക്കുന്ന പോലെ ഓരോരുത്തരെ നോക്കും. ഇഫ് ഹി ഈസ് നോട്ട് വർക്കിംഗ് ഓക്കെ, ഷീ ഈസ് നോട്ട് വർക്കിംഗ് ഓക്കെ, അടുത്ത ആള് ആ ബെഞ്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് എനിക്ക് തോന്നുന്നു മാമും പറയുന്നത്. അത്രയും ഭയങ്കര രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നോക്കി നാളെ മറ്റൊന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് എടുക്കുന്നവർ അതിൻ്റെ രീതിയിൽ എടുത്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത്തെ ട്രെൻഡിങ് അനുസരിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ പെർഫെക്റ്റ് മാൻ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഗേൾ ഉണ്ട് എങ്കിൽ യു ഹാവ് ടു ചൂസ്. അത് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം. വൺസ് ഏറ്റവും കൂടുതൽ ലൈഫിൽ നമ്മൾ തകർക്കുന്നത് റോങ് ആയിട്ടുള്ള പാർട്ട്ണറെ കിട്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ 2 രീതിയിലും വരാം. വളർത്താം, അതേപോലെ തളർത്താം. അപ്പം നമ്മൾ എടുക്കുന്ന സാധനം നമ്മൾ സൂക്ഷിച്ചിട്ടാണ്. ഒരു കാറാണെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. മറ്റൊരു ലീഗലി വെഡഡ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് പല കാര്യങ്ങളും ഇങ്ങനെ ഈസി ആയിട്ട് പിറ്റേന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് തന്നെ എടുക്കുക. ഇത്രയും പറയുമ്പോൾ ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇത്രയും ഞാൻ പറയുന്നു നെഗറ്റീവ് വാർത്തകൾ കേൾക്കുന്ന ഈ ഒരു സമൂഹത്തിൽ പോലും ഒരുപാട് പേരുടെ വേദന പരിഹരിക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. മോർ ഓവർ ലൈക്ക് എ തെറാപ്പിസ്റ്റ്, അവരൊക്കെ മെൻറ്ററായിട്ട് കാണുന്ന മാമിനെ ഇന്ന് ഇത്രയും സമയം നമുക്ക് വേണ്ടി തന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. മീര. താങ്ക് യു.